വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ. മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ നിംസ് ഓങ്കോളജി വിഭാഗത്തിലൂടെ. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മദീന ബോർഡേഴ്സ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. 7510616130 8113839838. എ ലൈവ് സ്പെഷ്യൽ നെയ്ച്ചോർ പുട്ട്, ദം ബിരിയാണികൾ, മന്തി, മദ്ഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. എ ലൈവ് ഈവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ്. ഹെഡ് ഓഫീസ് കാലിക്കറ്റ്, മെയിൻ ബ്രാഞ്ച് വണ്ടൂർ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി KPST വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി മെഹബൂബ് മാസ്റ്റർ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സംഘങ്ങൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു സംഘടനയാണ്. അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ തന്നെ സമൂഹത്തോടും വിദ്യാർത്ഥികളോടുമുള്ള കടമകൾ നിറവേറ്റുന്നതിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടനയാണ് KPST. നമ്മളിന്ന് അവകാശ പോരാട്ടങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ പുതുതായിട്ട് ഒരു അവകാശങ്ങളും ഇന്ന് സർക്കാരിനോട് ചോദിക്കുന്നില്ല. നമ്മൾ നേടിയെടുത്ത പല അവകാശങ്ങളും നമ്മുടെ ഇന്നത്തെ ഇടതുപക്ഷ സർക്കാർ ഓരോന്നോരോന്ന് കവർന്നുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു വലിയ സമരത്തിൻ്റെ തീച്ചൂളയിലാണ് KPST അംഗങ്ങളൊക്കെ നിൽക്കുന്നത്. നമുക്കറിയാം, പ്രവൃത്തി ദിനങ്ങളൊക്കെ വിദ്യാഭ്യാസ അവകാശ ചട്ട നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ളപ്പുറം നമ്മളൊക്കെ വിദ്യാലയങ്ങളിൽ സമയം ചെലവഴിക്കുന്നവരാണ്, അധ്യയന നിലവാരം മെച്ചപ്പെടുന്നതിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും അധ്യാപകരുടെ മേൽ കൂടുതൽ വർക്ക് ലോഡുകൾ, കുട്ടികൾക്ക് വർക്ക് ലോഡുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രവൃത്തി ദിനങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നൊരു ഒറ്റ ലക്ഷ്യം അവർക്കേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലൊക്കെ വിദ്യാഭ്യാസം വളരെ മറ്റു അവകാശങ്ങളൊക്കെ കവർന്നെത്തുന്ന അവസരത്തിൽ വളരെയധികം വളരെ ആശങ്കാജനകമായ സ്ഥിതിയിലാണ് ഇപ്പോൾ അധ്യാപകർ, ജീവനക്കാർ നിൽക്കുന്നത്. ആ സമയത്ത് KPST തങ്ങളുടെ കടമകൾ മറക്കാതെ കൃത്യമായി ഓരോ രംഗത്തും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പ്രസിഡന്റ് സെക്രട്ടറി സൂചിപ്പിച്ച പോലെ നമ്മുടെ KPST നിർധനായ വിദ്യാർത്ഥികൾക്ക് 1,00,000 നോട്ട്ബുക്ക്, 1,00,000 നോട്ട്ബുക്കുകൾ വിതരണം ചെയ്തു. ഏറ്റവും കൂടുതൽ ജില്ലയിൽ മലപ്പുറം ജില്ലയാണ് അതിൽ മുന്നിൽ നിൽക്കുന്നത്. ഇങ്ങനെ എണ്ണി പറയാൻ ഒരുപാടുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി ദിനങ്ങളായാലും മറ്റ് ദിനാചരണങ്ങളായി കഴിഞ്ഞാൽ അവിടെയൊക്കെ KPST തനത് മുദ്ര പതിപ്പിക്കുന്ന സംഘടനയാണ്. കാലങ്ങളായി നമ്മൾ വിദ്യാലയങ്ങളിൽ KPSTയുടെ ആഭിമുഖ്യത്തിലൊക്കെ ഈ പരിസ്ഥിതി ദിനത്തിൽ മരം നട്ടുകൊണ്ട് ആദ്യമായിട്ട് അധ്യാപക സംഘടന വിദ്യാലയങ്ങൾ മരം നട്ടുകൊണ്ട് ഒരു മാതൃകാ പ്രവർത്തനം നടത്തിയത് KPSTയാണ്. അതിനുശേഷമാണ് മറ്റു പല സംഘടനകളും ഈ രീതിയിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് എപ്പോഴും KPST നടത്താറുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ഈ വിദ്യാലയങ്ങളിൽ പഠിക്കുമ്പോൾ, പണ്ട് കാലത്ത് ഞാനൊക്കെ സ്കൂളിൽ ചേരുന്ന കാലഘട്ടങ്ങളിലൊന്നും ഇതുപോലെ ഈ ദിനാചരണമൊന്നും വല്ലാതില്ല. അക്കാലഘട്ടങ്ങളിലും നമ്മൾ വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിൽ നൽകുന്നൊരു സന്ദേശം ഉണ്ടായിരുന്നു. ഒരു മരം മുറിക്കുമ്പോൾ 2 മരം നടുക എന്നതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. ഞങ്ങളൊക്കെ കയറുന്ന കാലത്ത് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു സംസ്കാരം വളർന്നിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ അധ്യാപകർ കുട്ടികൾക്ക് വളരെ വ്യക്തമായി നൽകുന്ന ഒരു സന്ദേശമായിരുന്നു ഒരു മരം മുറിക്കുമ്പോൾ 2 മരം നടുക എന്നുള്ളത്. ആഴത്തിലേക്ക് വിദ്യാർത്ഥികളെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ ആ ഒരു സന്ദേശം ഇന്ന് നമ്മൾ വിദ്യാലയങ്ങളിൽ പരിസ്ഥിതി ദിനത്തിൽ മരങ്ങളും ചെടികളും നട്ടുകൊണ്ട് എല്ലാ രംഗത്തും കേരളത്തിലുടനീളം വിദ്യാഭ്യാസ പ്രവർത്തന ഓഫീസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും KPST ഇതുമായി മുന്നോട്ട് പോകും. നല്ല നല്ല പ്രവർത്തനം എന്നും നടപ്പിലാക്കുന്നതിന് വേണ്ടി കുട്ടികളോടും സമൂഹത്തോടും പൊതുജനങ്ങളോടുമുള്ള സാമൂഹിക ബദ്ധത എന്നും KPST നിലനിർത്തുന്ന ഒരു സംഘടനയാണ്. ഈ ചടങ്ങ് ഇതുവരെ സംഘടിപ്പിച്ച KPSTയുടെ ഭാരവാഹികളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഉപജില്ലാ സെക്രട്ടറി അനീഷ് TP സ്വാഗതവും ഉപജില്ലാ പ്രസിഡന്റ് PK ജിനേഷ് കുമാർ അധ്യക്ഷതയും വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം VP പ്രകാശ്, ജില്ലാ വൈസ് പ്രസിഡന്റ് P സുബരാജ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CK ജയരാജ്, ജിഷ VP, M ഷംന, M അബ്ദുൾ അസീസ്, ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ സലാം, K മുനീർ, CM പ്രീത, ബിജു K രാജൻ, നസീഫ തുടങ്ങിയവർ നേതൃത്വം നൽകി.
വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ.